ഹായ് നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ലെസൺ ഒരു ബേസിക് ലെവലിലുള്ള ഒരു ലെസണാണ്. ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുമ്പോൾ ആയിട്ട് പരിചയപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിച്ചറിയേണ്ടതുണ്ട്, അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ലെസൺ അതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആവാം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേർ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വേർ എന്ന് പറഞ്ഞാൽ എവിടെ. പക്ഷേ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അതായത് ഫ്ലുവൻസി പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് മാറും. കാരണം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അത് അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റ് വരുമ്പോൾ ഈ ക്വസ്റ്റ്യനാണ് ഇവിടെ നമ്മൾ ആവശ്യമായി വരുന്നത് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ച് ചോദിക്കാനും സാധിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരാളോട് നമുക്ക് ചോദിക്കാം, വേർ ആർ യു ഫ്രം? നിങ്ങൾ എവിടെ നിന്നാണ്? അപ്പോൾ നമുക്ക് ഓക്കെ, ഐ ആം ഫ്രം ഇന്ത്യ എന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൺട്രിയുടെ നെയിം പറയാം. അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ പേര് പറയാം. വേർ were you born? Where were you born? എവിടെയാണ് നിങ്ങൾ ജനിച്ചത്? നമുക്ക് ജനിച്ച കൺട്രിയുടെ പേര് പറയാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ പേര് പറയാം. അതെല്ലാം വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ജനിച്ച ഹോസ്പിറ്റലിൻ്റെ നെയിം പറയാം. വേർ were you born? എവിടെയാണ് നിങ്ങൾ ജനിച്ചത്? I was born in India. I was born in Kerala. Next one. Where did you grow up? Grow up means വളർന്നത്. Where did you grow up എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് വളർന്നത് എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. വളരുക എന്ന് പറയുമ്പോൾ ആ വളരുന്ന പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 6 to 14 years ഒക്കെ, അതായത് ഒരു ടീനേജേഴ്സ് ആയിരുന്നപ്പോൾ എവിടെയായിരുന്നു, നിങ്ങളുടെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. Where did you grow up? നമുക്ക് പറയാം, I grew up in Kerala. I grew up in Madras. അങ്ങനെ പലതരത്തിൽ നമുക്ക് ഏതാ സ്ഥലം അതനുസരിച്ച് നമുക്ക് മാറ്റി പറയാം. നെക്സ്റ്റ് വൺ, where do you work? Where do you work? എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? ഈ ഒരു കൺസ്ട്രക്ഷൻ ശ്രദ്ധിക്കുക. where do you work എന്ന് പറഞ്ഞാൽ എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, where do you go to school എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ where do you go to school, എവിടെയാണ് സ്കൂളിൽ പോകുന്നത്? ആ സ്കൂൾ ഏതാണ് സ്കൂൾ, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് സ്കൂൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. where do you go to school എന്ന് ചോദിക്കാം, where do you work എന്ന് ചോദിക്കാം. അങ്ങനെ മാറ്റി സെയിം കൺസ്ട്രക്ഷൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൻറ്റൻസുകൾ മാറ്റി പറയാം. where do you go for shopping? നിങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോണത് എവിടെയാണ്? ഇപ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കേണ്ടി വരാറില്ലേ, എവിടെയാണ് കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങുന്നത് എവിടെയാണെന്ന് ചോദിക്കില്ലേ? അത് തന്നെയാണ് where do you go for shopping. ഒരു ഫ്രണ്ടുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, അതായത് എവിടെ പോകണം, നമ്മൾക്കൊരു ട്രിപ്പ് പോകണം. ഈ ട്രിപ്പ് പോകുമ്പോൾ അപ്പം നമ്മൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, നാളേക്ക് വേണ്ടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. where do you want to go? എവിടേക്കാണ് പോകേണ്ടത്? ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, where do you work എന്ന് ചോദിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ where do you go for shopping എന്ന് ചോദിക്കുന്ന പോലെ തന്നെ where do you want to go? എവിടെയാണ് പോകാൻ ആഗ്രഹിക്കുന്നത്? where do you want to go? ഇങ്ങനെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓക്കെ, അപ്പോൾ നാളെ ഒരു ലഞ്ചിൻ്റെ സമയത്ത് നമ്മൾ ഇന്ന ഒരു സ്ഥലത്തെത്തും. where do you want to eat? നമ്മൾ എവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്, നമ്മൾ എവിടെയാണ് കഴിക്കുന്നത്? where do you want to eat? ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ കോൺവെർസേഷനിൽ ആവശ്യം വരുന്ന സെൻറ്റൻസസ് ആണ്. ഇനി എവിടെയാണ് നിങ്ങൾ പോകുന്നത്? വേർ ആർ യു ഗോയിങ്? നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ഗെറ്റ് ടുഗദറൊക്കെ അറേഞ്ച് ചെയ്തു, ഒരു ഫ്രണ്ടിനെ കാണുന്നില്ല, ഇല്ലേ? നമ്മൾ വേഗം ഫോൺ എടുത്തിട്ട് എന്താ ചോദിക്കും? നമ്മൾ വേഗം ഫോണൊക്കെ എടുത്ത് വേർ ആർ യു നൗ എന്ന് ചോദിക്കില്ലേ? അതുപോലെ വേർ ഇസ് ദ ഹോസ്പിറ്റൽ? എവിടെയാണ് ഹോസ്പിറ്റൽ? വേർ ഇസ് ദ പാർക്ക്? എവിടെയാണ് പാർക്ക്? വേർ ഇസ് ദ മൂവി തിയേറ്റർ? എവിടെയാണ് മൂവി തിയേറ്റർ? ഇത് വേർ എന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് പല തരത്തിൽ നമുക്ക് പല വേർഡ്സും മാറി വെച്ചിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല ഇങ്ങനെ ഉപയോഗിക്കുന്നത് പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം, എങ്കിലേ അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ആ ഡിഫറൻറ്റ് കോണ്ടെക്സ്റ്റിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇത് തീർച്ചയായും തീരെ സംസാരിക്കാൻ അറിയാത്തവർക്കും ഇതുപോലത്തെ സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ബൈ.